ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായി നോക്കിയാൽ ജാമ്യം ലഭിക്കാനാണ് സാധ്യത. നടത്തിയിട്ടുള്ള പല ഇടപെടലുകളിലും പല ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ട്. ഈ ഇര പരാതി വിട്ടു. ഇത് സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും സ്വർണ്ണക്കൊള്ളയേക്കാൾ കൂടുതൽ പാരയായി ഇത് CPM-ന് മാറിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ മാങ്കൂട്ടത്തിൽ പിടിയിലായി കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കുമോ? അത് കൂടാതെ ഈ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ ഏത് രീതിയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ബാധിക്കാൻ പോകുന്നത്? CPM-നും BJP-ക്കും ഏതെങ്കിലും രീതിയിൽ ഈയൊരു സംഭവം ഗുണം ചെയ്യുമോ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ KM ഷാജഹാൻ. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായിട്ടില്ലല്ലോ. അപ്പോൾ അറസ്റ്റിലാകാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായാൽ ജാമ്യം കിട്ടുമോ എന്നുള്ളതിന് പ്രസക്തിയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ വരുന്നുണ്ട്. നിയമപരമായി നോക്കിയാൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായി നോക്കിയാൽ ജാമ്യം ലഭിക്കാനാണ് സാധ്യത. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഞാൻ സംസാരിക്കുമ്പം എനിക്ക് പൊതുവിൽ ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോട് പൊതുവിൽ യോജിക്കുന്ന ഒരാളല്ല ഞാൻ. രാഹുൽ മാങ്കൂട്ടം നടത്തിയതായി ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്തൊരു ശരികേടുണ്ട് അല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ പല തവണ വീഡിയോകളിലൂടെയൊക്കെ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ണുടച്ച് രാഹുൽ മാങ്കൂട്ടം ചെയ്ത എല്ലാ പണികളൊന്നും ന്യായീകരിക്കുന്ന ആളുമല്ല, ഇപ്പോഴുമല്ല. രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിലും നടത്തിയിട്ടുള്ള പല ഇടപെടലുകളിലും പല ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഈ കേസ് രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശപരവും ദുരുപദിഷ്ടിതവുമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്നാണ് ഞാൻ പ്രാഥമികമായി നിരീക്ഷിക്കുന്നത്. അതുകൂടാതെ ഈ കോൺഗ്രസിനെ ഈ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? അതുകൂടാതെ BJP-ക്കും CPM-നും ഇതൊരു മുതൽക്കൂട്ടാകുമോ ഈ ഒരു കേസ്? അതായത് നമ്മളിപ്പം കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമുക്കറിയാം 3 മാസങ്ങൾക്ക് മുമ്പ് കുറേ വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു, ചില വാട്സാപ്പ് ചാറ്റുകളൊക്കെ വന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് നമുക്കറിയാം. എടോ പിണറായി വിജയാന്നും ഒക്കെ വിളിക്കുന്ന ഒരു പ്രതിപക്ഷ MLA ആണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ ശത്രുവാണ്. ആ ശത്രുവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ് സടകുടഞ്ഞെഴുന്നേറ്റിട്ട് അയാൾക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ ആ അന്വേഷണം 3 മാസമായിട്ടും എത്തിയില്ല. അതിൻ്റെ കാരണം വെച്ചാൽ പരാതിക്കാരി പോലും ഉണ്ടായിരുന്നില്ല, അങ്ങ് എത്തിയില്ല. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി വന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു, അവിടെ വോട്ട് പിടിക്കാൻ തുടങ്ങി. പൊതു മനസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഒരു ചിന്ത വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 1-2 കാര്യങ്ങൾ നടന്നു. അതിലൊന്നെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു 9-11 തീയതി. 2, ശബരിമലയിലെ സ്വർണ്ണ പെരുങ്കൊള്ള വലിയ ചർച്ചയായി. അപ്പോൾ ഇത് 2ഉം കൂടെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തലും പുതിയ വാട്സാപ്പ് ചാറ്റും വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഒരു അത്യസാധാരണമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ കേസ് രണ്ടാമത് വരുന്നത്. വന്നിട്ട് പതിവിൽ വിരുദ്ധമായിട്ട് എന്ത് സംഭവിച്ചു? സാധാരണഗതിയിൽ വാട്സാപ്പ് ചാറ്റിലും ഓഡിയോ സന്ദേശത്തിലും കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കും എന്നാണ് കരുതിയിരുന്നതെങ്കിൽ ഇപ്രാവശ്യം ഈ ഇര പരാതി വിട്ടു.
അപ്പോൾ ഇതേ ഇര തന്നെയാണ് 3 മാസങ്ങൾക്ക് മുമ്പ് വന്നത്. അന്ന് ഈ ഇര പരാതി കൊടുത്തില്ല. അന്ന് ഈ ഇര വന്നിട്ട് വാട്സാപ്പ് ചാറ്റും ഓഡിയോ ക്ലിപ്പുകളുമായിട്ട് ഇര അങ്ങ് തിരിച്ചു പോവുക ചെയ്തത്. ആ പരാതി കൊടുത്തത് 2 പ്രത്യേക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്നാണ് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. 1 ഇലക്ഷൻ, 2 സ്വർണ്ണക്കൊള്ള വന്നിട്ട് തുണിയുരിഞ്ഞ് നിൽക്കുന്നു CPM. സ്വാഭാവികമായി വോട്ടർമാരുടെ മുമ്പിലേക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടായി നിൽക്കുന്നൊരു സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അതിൽ നിന്നൊരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാകുകയും അതിൽ നിന്ന് സ്വർണ്ണക്കൊള്ള ആളുകൾ ചർച്ച ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശ ലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നമുക്കെപ്പം മനസ്സിലായി. ഇര ഇത്തവണ ഒന്ന് പരാതി കൊടുത്തു. ഇത് സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും സ്വർണ്ണക്കൊള്ളയേക്കാൾ കൂടുതൽ പാരയായി ഇത് CPMന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ അണികളുടെ ഇടയിൽ അവർക്ക് ഒരു ആത്മധൈര്യം ഇത്തവണ ഇല്ല. അപ്പോൾ അവർക്ക് ഇത്തിരി ആത്മധൈര്യം ഉണ്ടാക്കാനായിട്ട് ഇത് കൊണ്ടുവന്നെങ്കിലും ഇതും അവരുടെ ആത്മധൈര്യം ചോർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു. ഇതിലെ UDFകാരുടെ നിലപാടുകളൊക്കെ ഒന്ന് തെക്കോട്ടാണ്, ഒന്ന് വടക്കോട്ടൊന്ന് മുകളിലോട്ടാണ്, ഒന്ന് താഴോട്ടാണെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ മണ്ണും ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ CPMനോടുള്ള വലിയ ശത്രുതാ മനോഭാവം, അത് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കൊള്ളയുടെ കാര്യത്തിലായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ CPMനോടുള്ള ശത്രുതാ മനോഭാവം UDFനെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സഹായിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.